മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് ജയൻ ചേർത്തല. സിനിമയിലെത്തിയിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന വേളയിൽ അഭിനയ നേതാവ് എന്ന നിലയിൽ ഒരു പിടി മികച്ച കഥാപാത്രങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു. സിനിമയിൽ മാത്രമല്ല സീരിയലും തന്റെ കഴിവ് തെളിയിച്ച ആൾ കൂടിയാണ് ജയൻ എന്ന പ്രത്യേകതയുണ്ട്. ടെലിവിഷൻ സീരിയൽ രംഗത്ത് എക്കാലത്തെയും ഓർമ്മിക്കപ്പെടുന്ന ചില വില്ലൻ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അടുത്ത കാലത്തായി പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചിതമായത് അഭിനയ നേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭാരവാഹിത്യം വഹിച്ചതിലൂടെയായിരുന്നു. പലപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ പോലും മിതത്തോടെ കൈകാര്യം ചെയ്തിരുന്നു അദ്ദേഹം. ജയൻ ചേർത്തല സംഘടനാ മികവും തെളിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമയിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അദ്ദേഹം. അമ്മ സംഘടനയിലൂടെയാണ് മോഹൻലാലുമായി കൂടുതലും അടുത്തെത്തുന്നത്. ജയൻ ചേർത്തല പറയുന്നു, സൂപ്പർ താരങ്ങളിൽ കൂടുതലും അടുപ്പം സുരേഷ് ഗോപിയോടാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ കല്യാണത്തിന് സുരേഷ് ഗോപിയെ വിളിച്ചില്ലായിരുന്നുവെന്നും ജയൻ പറഞ്ഞു. ക്യാൻ ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഓസ്ലർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഞാൻ മമ്മൂക്കയുടെ അനുഗ്രഹം വാങ്ങാൻ ചെന്നിരുന്നു. പുള്ളി ചെന്നപ്പോൾ തന്നെ ചോദിച്ചു, അനുഗ്രഹം വാങ്ങാൻ വന്നതാണല്ലേ എന്ന്. കാലിൽ ഒന്നും വീഴണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്നെ അനുഗ്രഹിച്ചു. എത്ര പേർക്ക് പറ്റും അതിന്? ലോകം മുഴുവൻ വീക്ഷിക്കുന്ന താരമാണ്. എന്നെപ്പോലൊരു ചെറിയ ഉറുമ്പിനെ അത്രയ്ക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂക്കയുമായി അടുത്ത് ഇടപഴകി ഒരുമിച്ചിരുന്ന തമാശകൾ വരെ പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അധികം അങ്ങനെ അദ്ദേഹത്തെ കാണാറില്ല. എന്നാൽ ലാലേട്ടന്റെ കൂടെ അങ്ങനെ കഴിഞ്ഞിരുന്നില്ല. ലാലേട്ടൻ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇതുവരെ. അമ്മയിൽ വന്ന് 1 വർഷം കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ അറിയാൻ കഴിഞ്ഞത്. അംഗങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ എന്ത് കഷ്ടത സഹിച്ചും പണം ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറാണ്. ജനറൽ ബോർഡ് കഴിഞ്ഞിരുന്നല്ലോ അടുത്ത്. ആദ്യമായിട്ട് അവിടെ ഒരു DJയുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഞാൻ അവിടെ തന്നെ മുകളിൽ താമസിച്ചിരുന്നത്. അപ്പോഴിട്ട ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി താഴേക്ക് വന്നിരുന്നു. അപ്പോഴാണ് ഒരു ആരവം കേട്ടത്. ലാലേട്ടൻ പടി കയറി വരികയായിരുന്നു. അടുത്തുള്ളവരോട് ഒന്ന് മാറിത്തരാൻ പറഞ്ഞു. ജയനോട് സംസാരിക്കണമെന്നും. അങ്ങനെ പുള്ളി എൻ്റെ അടുത്തിരുന്ന് 10 മിനിറ്റോളം ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ഫോട്ടോ ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആരാധിച്ചിരുന്ന ഒരു വ്യക്തി നമുക്കൊപ്പം ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ മുട്ടാൻ എന്തോ പേടിയായിരുന്നു. സുരേഷ് ഏട്ടനുമായി ഒരു വല്ലാത്ത ആത്മബന്ധം ഉണ്ട്. 4 പടങ്ങൾ ഒരുമിച്ച് ചെയ്തുള്ളൂ. എവിടെ കണ്ടാലും പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ്. ഉപകാരമായാലും ഉപദ്രവമായാലും തന്നോട് ചെയ്തവർ ആണെന്നൊന്നും പുള്ളി നോക്കാറില്ല. എനിക്കൊരു കടപ്പാടുണ്ട്. 2012 എൻ്റെ കല്യാണം നടന്നു. എനിക്ക് സുരേഷ് ഏട്ടനുമായി വലിയ ബന്ധമായിരുന്നു. കല്യാണത്തിന്റെ തലേന്ന് എനിക്കൊരു കോൾ വന്നു. ഞാൻ സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞു. നിന്റെ കല്യാണം നാളെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. നീ എന്താ എന്നെ വിളിക്കാഞ്ഞത് എന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നു. ഉച്ചയ്ക്ക് ഊണ് റെഡിയാക്കിക്കോ എന്ന്. രാവിലെ 9:30 ആയിരിക്കുമെന്നും. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ നിന്നും വന്നതാണ്. അവിടെ നിന്നും കഴിക്കാതെ ഇവിടേക്ക് വന്നതാണ്. അന്ന് തൊട്ട് എനിക്ക് പുള്ളിയോട് ഒരു പ്രത്യേക സ്നേഹമാണ്.